ട്രാവൻകൂർ ന്യൂസിനും ട്രാവൻകൂർ ന്യൂസിന്റെ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. കേരള കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളുണ്ട്. കെ.എം. മാണിയുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയാവോ? ചർച്ചകൾ കൊണ്ട് നിബിഡമായിരുന്നു. അത് ആനുകാലിക രാഷ്ട്രീയം തൊട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി കെ.എം. മാണി ഒരു സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കുമായിരുന്നു. ആ സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്നിട്ടുള്ള ആളാ ഞാൻ, അറിയോ? അതേപോലെ ഒരു സംവിധാനം ജോസ് കെ മാണിയും ഈ പാർട്ടിയിൽ പുലർത്തുന്നുണ്ട്. സംഘടനാപരമായ തീരുമാനങ്ങളൊക്കെ ശരിക്കും ചർച്ച ചെയ്ത് തന്നെ ഏൽപ്പിക്കുന്നത്. പിന്നെ സംഘടനാ ചുമതല ജോസ് കെ മാണിക്ക് ജോസ് കെ മാണിയുടെ വിശ്വസ്തനെ അത് വേറെ ആരെ ഏൽപ്പിക്കണമെന്നാണോ താനീ പറയുന്നത്? ഇയാൾക്ക് വല്ല വട്ടുമോ അറിയാൻ വേണ്ടി ചോദിക്കുക. ഇവിടെ എല്ലാ പാർട്ടി എങ്ങനെയാണ് ചെയ്യുന്നത്? നേതാവ് അവരുടെ ഏറ്റവും വിശ്വസ്തനായ ആളുകളെയാണ് പ്രധാന ചുമതലകൾ കൊടുക്കുന്നത്. ഒരു പാർട്ടിയുടെ സംഘടനാ യന്ത്രം ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആള് വിശ്വസ്തനായിരിക്കണം, അല്ലെ എട്ടിന്റെ പണി കിട്ടും. സ്റ്റീഫൻ ജോർജ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരള കോൺഗ്രസ്സുകാരായ ഞങ്ങൾക്ക് ഒരാക്ഷേപമില്ല. ഇയാൾക്ക് എന്തോ ഇത്ര ആക്ഷേപം അറിയാൻ വേണ്ടി ചോദിക്കുക. ഞങ്ങൾക്ക് ഒരാക്ഷേപമില്ലല്ലോ. ഒരു സ്ഥാനവും സ്റ്റീഫൻ ജോർജ് വില പറഞ്ഞു മേടിച്ചായിട്ട് എനിക്കറിയത്തില്ല. ഒരു മനുഷ്യൻ അങ്ങനെ ആയിരുന്നെങ്കിലേ കടുത്തുരുത്തിയിൽ ഒരു കാലത്ത് 42,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മോൻസിനെ ഒരു തെരഞ്ഞെടുപ്പിൽ 4,000-ലേക്ക് പിടിച്ചു കെട്ടിയ സ്റ്റീഫൻ ജോർജിന് പ്രാവശ്യം സീറ്റ് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയ്ക്ക് സ്റ്റീഫൻ ജോർജ് ഒരു സീറ്റ് ചോദിച്ചാൽ ജോസ് കെ മാണി കൊടുക്കുകയല്ലെന്ന് ഇയാൾ കരുതുന്നുണ്ടോ? സ്റ്റീഫൻ ജോർജ് ചെയ്തില്ലല്ലോ. സീറ്റിന് വേണ്ടി ഇവിടെ അടിപിടി കൂടുന്ന ഈ കാലത്ത് എല്ലാ പാർട്ടിയിലും വെട്ടും കുത്തുമല്ലേ സീറ്റിന് വേണ്ടി നടക്കുന്നത്, അല്ലേ? കാണാൻ മേലെ കോൺഗ്രസില് സീറ്റിന്റെ ഫലപ്രഖ്യാപനം വരെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അടി വെട്ടുക. എല്ലാ പാർട്ടിയിലും നടക്കുന്നത് സീറ്റിന് വേണ്ടി അടി കൂടും. സീറ്റിന് വേണ്ടി അടി കൂട്ടിയിട്ടില്ലേ താൻ മാറ്റം പിടിക്കുന്ന ഒരാള് അല്ല ഇക്വാലോ, എന്നാ എനിക്കറിയത്തില്ല, ഇക്വാലോ, മുഹമ്മദ് ഇക്വാലോ, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല ഈ പാർട്ടിയിൽ. അയാൾ എന്തിനോടെ പാർട്ടി വിട്ടുപോയത്? അയാൾക്ക് എന്നാ കിട്ടാഞ്ഞിട്ടാ? അയാൾക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ട് ഈ ചെയർമാൻ സ്ഥാനമൊക്കെ കൊടുത്തത്, ബോർഡ് ചെയർമാനൊക്കെ കൊടുത്തത്? അത് തീറ്റ് കിട്ടിയില്ല, പെട്ടെറിഞ്ഞു പോയല്ലോ. ആ സ്ഥാനത്ത് സ്റ്റീഫൻ ജോർജ് അടി കൂടാതെ മാറി നിന്ന് മാതൃക കാണിച്ച സ്റ്റീഫൻ ജോർജിന്റെ ഒരു രോമത്തിന്റെ വില തനിക്കൊണ്ടോടോ കോട്ടപ്പുറം? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി ഇടപെടരുത്, കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഇത് കണ്ണൂരെ പൊളിറ്റിക്സാണ് ഈ പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ അത്രേ പറയുന്നുള്ളൂ. തനിക്ക് മൂളയട്ടെ, ബാക്കി മനസ്സിലാക്കി കേട്ടോ. ഈ പാർട്ടിക്ക് വ്യക്തമായ ഒരു തീരുമാനമുണ്ട്. ഓരോ കാര്യങ്ങളും ജോസ് കെ മാണി ചർച്ച ചെയ്താ തീരുമാനിക്കുന്നത്, അറിയോ? ചർച്ച ചെയ്ത് ഒരു പാർട്ടി കമ്മിറ്റിയിൽ സംസാരിക്കാത്തവരെ കൊണ്ടുകൂടി മറ്റേ ജോസ് കെ മാണി അഭിപ്രായം പറയാൻ പറയും, അറിയോ? എല്ലാവരുടെയും അഭിപ്രായം കേട്ട് അതിലൊട്ടും ദോഷമില്ലാത്ത അഭിപ്രായം ഏതാണെന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് അതായി ഈ പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആരുടെയും ബാഹ്യ ഇടപെടലുകൾ ആവശ്യമില്ല. താൻ ഈ പാർട്ടിയുടെ ചെയർമാനാകെ വേറെ ആരെയൊക്കെ വേണ്ടി ഇടപെടാനും വേണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ചെയ്തോളൂ.